ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗണ്ട് കുറച്ചാണ് ഞങ്ങൾ പറയുന്നത്, കാരണം നമ്മൾ രണ്ട് കുരുന്നുകൾ ഉറങ്ങി, അവരെ എണിപ്പിക്കാണ്ടിരിക്കണം, അതാണ് മെയിൻ കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൗണ്ട് വളരെ കുറച്ചാണ് ഇൻ്റർ പറയുന്നത്. സൗണ്ട് കുറവാണെങ്കിൽ നമ്മളോട് ക്ഷമിക്കണം. അപ്പോൾ സമയം 11 മണിയായി, 11:30 സമയം. അപ്പോൾ 1 മണിയാകുമ്പോഴേക്കും ഡെലിഷ്മോൻ പോവും. ബാക്ക് ടു സൗദി അറേബ്യയാണ്. അപ്പം ഇത്ര നാളെ നാട്ടിലുണ്ടായി. എന്താ പറയുന്നത്, എന്താ പറയാ, പറയാൻ പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. 8 മാസം നാട്ടിൽ നിന്നു, തകർത്തു എന്നൊന്നും പറയാനില്ല, തകർത്തിൻ്റെ മേലെയായിരുന്നു. കാരണം ഞാൻ പിന്നെ വേറെ ഇതൊന്നും ഉണ്ടായില്ല, നമ്മൾ ഫുൾ ടൈം ഫാമിലി തന്നെ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പുറത്ത് അങ്ങനെയൊന്നും നമ്മൾ പോയിട്ടില്ല. ഫുൾ ടൈം ഫാമിലിയുടെ കൂടെ തന്നെയായിരുന്നു. ആദത്തിൻ്റെ അബ്രൂൻ്റെയും ശരിമോളിലും കൂടെ ഞങ്ങൾ നമ്മുടെ അപ്പച്ചൻ്റെ അമ്മയും കൂടെ ഫുൾ ടൈം ചിലവഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് കുറച്ച് സങ്കടമൊക്കെ ഉണ്ടാവും. എൻ്റെ അങ്കിള് പറഞ്ഞു പോകുമ്പോൾ കുറച്ച് സങ്കടമൊക്കെ ഉണ്ടാവും, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിയാവും, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിയാവും. അതിപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് അങ്ങനെയാണ്, വേറെ ഒന്നുമില്ല, നമ്മളത് ഇതാക്കണം. പിന്നെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിയാലിറ്റീനെ നമ്മൾ ഉൾക്കൊള്ളണം. പിന്നെ ചില സമയത്ത് വെറുതെ കണ്ണീരൊക്കെ വിൽക്കുക, അതൊരു ചടങ്ങ് പോലെ. അത് കഴിഞ്ഞ് സ്വന്തം പറയും, ഞാൻ അത് വേണ്ട നിങ്ങൾ നോക്കാൻ പറയും, വേറെ കാര്യം അതൊക്കെ ഞാൻ തമാശക്ക് പറഞ്ഞു. ഒരു അത് പോവാൻ സമയം എടുത്തുകൊണ്ടിരിക്കുന്നു. ഇത്ര നേരം ഞാൻ ഇവളോടും പറഞ്ഞു, ഞങ്ങള് അമ്മോടും പറഞ്ഞു, എനിക്ക് പോവാന്ന് തോന്നണില്ലേ. കാരണം മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 മാസം ഒക്കെയല്ലേ വന്ന് നിൽക്കുക, അത് കഴിഞ്ഞ് പോണേൻ്റെ തലേദിവസം തന്നെ മനസ്സിൻ്റെ ഉള്ളിലൊരു എന്താ പറയുക, ഒരു ഇടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും. എനിക്ക് മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ഔട്ട് ആവർക്കാണ്. പക്ഷെ ഈ പ്രാവശ്യത്തെ വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടേ ഇല്ല. കാരണം ഇന്നത്തെ ദിവസം വരെ ഞാൻ സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായി. കാലത്ത് എനിക്ക് പിന്നെ ഞാൻ കാലത്ത് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇവര് വന്നിട്ടുണ്ടായില്ല, ഞാൻ കാലത്ത് പള്ളിയിൽ പോയി. കാരണം പിന്നെ ഇന്നത്തെ ദിവസം മുഴുവൻ പോകും, ആദ്യം തന്നെ അത് കാരണം ഞാൻ വിളിച്ചില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയി പള്ളിയിൽ പോയി വന്നു, കാര്യങ്ങളൊക്കെ ചെയ്തു. എനിക്ക് ഇവരൊപ്പം കളിച്ചു, ചോറ് കൊടുത്തു, അദ്ദേഹം ഉച്ചയ്ക്ക് ഉറങ്ങി, അത് ബാക്ക് ടു പിന്നെ 4 മണിയായപ്പോൾ ഫുട്ബോൾ കളിച്ചു, നടക്കാൻ പോയി, കുളത്തിൻ്റെ അടുക്കി, എല്ലാം പഴയ പോലെ തന്നെ നമ്മൾ ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. അത് കഴിഞ്ഞ് രാത്രി ഇത് ചോറിന് അങ്ങനെയല്ല, നമ്മളിനി ഉറങ്ങാനില്ല, അതാണ് മെയിൻ കാര്യം. ഇത്ര നേരം വരെ നമ്മുടെ എല്ലാ റൂട്ടീനും കറക്റ്റായിരുന്നു. ഇന്നത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഉറങ്ങാന്നുള്ളതാണ്. ഇപ്പൊ പിള്ളേർ ഉറങ്ങി, ഇനി നമ്മൾ ഉറങ്ങാൻ പോകണം. ആ ഉറങ്ങുന്നത് നമ്മളില്ല. അപ്പൊ ആ ഒരു വിഷമം നമ്മുടെ മനസ്സിലുണ്ടാവും, ഇല്ലാണ്ടിരിക്കില്ല. അതെല്ലാ പ്രവാസികളിലും ഇതാണ്. ഇപ്പൊ എൻ്റെ മാത്രം ഫീലിംഗ് അല്ല, അതെല്ലാവരും കുളമാണ്. പിന്നെ എന്താണ് പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതെന്ന് പറയുന്നത്, നമ്മൾ ഇത്ര നാളെ നമുക്കൊരു നല്ലൊരു വെക്കേഷൻ കിട്ടിയിരുന്നു. വെക്കേഷനോ ഒരു ബ്രേക്ക് എന്താണെങ്കിലും അതിനെ ഇതാക്കാം, അതൊരു ഭാഗ്യമായിട്ട് നോക്കണം. ഇനി ചേച്ചി മോൾക്ക് എന്താ പറയാനുള്ള, ചേച്ചി മോൾക്ക് സങ്കടം വന്നിട്ട് അല്ലേ പിന്നെ എന്നിട്ട് വേറെന്നിട്ട് പറയണോ. അപ്പം അങ്ങനെ കാര്യങ്ങള്. അപ്പം ഇനി ഒന്നുമില്ല, കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി നേരെ ഡ്രസ്സ് മാറാം, പോവാന്നുള്ളൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥന എത്തിക്കുക, പോവാ. 1 മണിയാകുമ്പോൾ വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചടങ്ങിലേക്ക് ഇനി നമ്മൾ ബാക്കിയുണ്ട്. ഇത്ര നാളത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനും വിളിച്ചാൽ ഡെലിഷ്മോനെ പറഞ്ഞ് വിളിച്ചാൽ മതി. നാളെ തുടങ്ങിയാൽ ആരെ വിളിക്കും, അതൊരു ടെൻഷനുള്ളൂ. പിന്നെ അതിന് സമയം ഉണ്ടാവില്ല, ഇവരെ പിന്നാലെ ഓടി തന്നെ സമയം പോകും. ഇതൊന്നും ആലോചിക്കാനോ ഒന്നിനും സമയം ഉണ്ടാവില്ല. ചിലപ്പോ ഇന്ന് കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ. ഇന്ന് കഴിഞ്ഞ് നാളെ കാലത്ത് എന്ത് കഴിഞ്ഞാൽ തുടങ്ങി ട്രൈപ്പ് കാർഡ് ഓണാക്കി വരിക, അമ്മ ചട്ടുപൂരി, അമ്മയ്ക്ക് അടിക്കൊക്ക്, അമ്മ അതിന് സമയം ഉണ്ടാവില്ല, ഒന്നിനും സമയം ഉണ്ടാവില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലത്താവണത് മുതൽ വൈകുന്നേരം ആവണത്. അതായത് ഞാൻ ഇവിടെ എപ്പോഴും പറയും, കാലത്താവും ഉച്ചയ്ക്ക് ചോറിന് കഴിഞ്ഞിട്ടുള്ള ഉറക്കത്തിന് സമയം പിന്നാലെ കിടന്ന് ഓർമ്മ. ഒരാളെ കണ്ടു നോക്കി കഴിഞ്ഞാൽ പറക്കി തിന്നും, മറ്റോ വായിലിട്ടിട്ട് പറയും, അപ്പൊ അതാണ് തിന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെയാണ്. എന്തെങ്കിലും നമ്മളെപ്പോഴും 24 hours ഇവരുടെ കണ്ണ് ഇവരുടെ മുകളിലാണ്. ഉറങ്ങുമ്പോഴായാലും ശരി, ഉണരുമ്പോഴായാലും ശരി, എപ്പോഴും 24 മണിക്കൂർ ഉള്ളത് ഇവരെ നോക്കിയിരിക്കാണ്. അപ്പോൾ അത് ശരി, നമുക്ക് അതെങ്കിൽ സമയം
അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് സമയങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത്ര നാളും ഞാൻ വന്നപ്പോൾ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതേപോലത്തെ സപ്പോർട്ട് ഇനി ഉണ്ടാവണം നമ്മുടെ വീഡിയോക്ക്. അപ്പം അത് നിങ്ങളുടെ ഒരു ഇനി എന്നാ കാണാന്നുള്ളത് പറയാൻ പറ്റില്ല. നമ്മള് കാണും. ചേട്ടായാലും എല്ലാവരും കുറച്ച് നാളെ ഓരോടുന്ന് വീഡിയോസ് അല്ല അങ്ങനെ ഒരു ഇത് നമുക്ക് കാണാലോ, വർത്താനൊക്കെ കേൾക്കാലോ. അങ്ങനെ അപ്പൊ ഇനി നാളെ തുടങ്ങി വിളിക്കാനും ഒരാളില്ല, അല്ലെങ്കിൽ കൊച്ചിനെടുക്ക് അതെടുക്ക് ഇതെടുക്ക് എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു. ഇനി അത് നാളെ തുടങ്ങി ഇല്ല, ഒക്കെ ഞാൻ തന്നെ മാനേജ്. പിന്നെ മറ്റേ ഒരു വീഡിയോക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ചേട്ടനെ പറ്റി ചെല്ലുന്നു. അപ്പൊ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ക്യാമറമാൻ. നാളെ മുതൽ ഞാനല്ല ക്യാമറമാൻ, ചേച്ചി മോളെ അല്ല ക്യാമറമാൻ. പ്രൊപ്പറേറ്റർ ഓണർ എല്ലാതും ചേച്ചി മോളെ തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം, പറ്റുന്നത് മാക്സിമം ഞാൻ ചെയ്യാം. ചേച്ചി മോളുടെ സ്വന്തം കാശുകൊണ്ട് പണിയെടുത്ത കാശുകൊണ്ട് വാങ്ങിയതാണ്. എനിക്ക് ആദ്യമായിട്ടാണോ വാങ്ങിയിരുന്നത്? ആദ്യമായിട്ട് എനിക്ക് വാങ്ങി തന്നേട്ടാ. ഞാൻ വാങ്ങി തന്നിട്ടുണ്ടെങ്കിലും എന്റെ പൈസ കൊണ്ടല്ല വാങ്ങി തരാറ്. പക്ഷെ ഇത് ചേച്ചി മോളെ അധ്വാനിച്ച കാശുകൊണ്ട് അവളുടെ അക്കൗണ്ട് അവളുടെ ഗൂഗിൾ പേ ആണ് അവള് പേ ചെയ്ത് വാങ്ങി കേട്ടത്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടായോ? നന്നായില്ലേ ഇത്? വിജലംബിച്ചു, അതെന്റെ പ്രശ്നല്ല. വിടർന്നു, വിരിഞ്ഞു വിരിഞ്ഞു. മോനിഷ്ടായില്ലേ? അയ്യോ, അങ്ങനെ റെഡി ആവൽ കഴിഞ്ഞു. ആണുങ്ങൾക്ക് എന്നിട്ട് അവർ പാന്റ് ഷർട്ട് ഇടുക, നെയ്യിൽ ബെൽറ്റ് ഇടാണ്ട്, ഷോക്സ് ഇടാണ്ട് റെഡി. ബാക്ക് ടു സൗദി അറേബ്യ. ഇനി നാളെ നേരം വിളിക്കുമ്പോൾ നാളെ 1 മണിക്ക് നമ്മളെത്താം. മോനോടെ നേരം വിളിക്കുമ്പോ ഞാൻ അവിടെ 10:45 സൗദി അറേബ്യയിലത്തെ 10:45 എത്തണേ. അപ്പൊ നിങ്ങൾ അടുത്ത് ചോറിന് സമയത്ത് അവിടെ നിങ്ങളറിഞ്ഞു മോദിനാ കുടുക്ക് ഫുള്ള് ഇടണ കുടുക്കിട്ട് ചാവാനുണ്ടോ? ഏത് അയ്യേ, എന്നിട്ട് സ്കൂളിലെ യൂണിഫോമാ. അപ്പൊ ഡ്രസ്സ് മാറൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. നേരത്തെ ഒരുപാട് അതറിയാണ്ടിരിക്കാനാണ് നമ്മൾ ഈ പങ്കെടുക്കാറ്. പിന്നെ അവനെങ്ങനെ ഇനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇവിടെ പറച്ചില് ബഹളോ പള്ളിപ്പെരുന്നാളോ. അപ്പൊ ഷർട്ട് ഇട്ടു, അപ്പൊ പോയി, അയ്യോ ഒരു കച്ചിലുണ്ട്. ഇപ്പൊ മൈൻഡ് കൂളായിട്ടാ, ഇപ്പൊ കൂളാറും ഏതല്ല അപ്പൊ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ ശരി, ഇനിയിപ്പൊ ശരി. അപ്പൊ ഇനി നിങ്ങളോട് ഞാൻ ഒന്നും പറയില്ല. അപ്പൊ ഞാൻ പോവാണ്. ഓക്കെ, എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാത്തിനും എല്ലാ സപ്പോർട്ട് ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോക്ക് തന്ന സപ്പോർട്ട് ഇനി ഉണ്ടാവണം. കുറേ ആൻറ്റിമാരും എന്താണ് പറയുക, കുറേ ആൾക്കാരൊക്കെ നമ്മൾ അറിയാത്തവരൊക്കെ കണ്ടു. അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും നന്ദി. നാളെ നേരം വിളിക്കുമ്പോ അപ്പനെ അവരും കാണില്ല, അതും കാണില്ല. നല്ലൊക്കെ സങ്കടം വന്നിട്ടുണ്ടെന്നാണ് ചേട്ടൻ എന്നെ വലിയ പറഞ്ഞിട്ട്, വലിയ ഡയലോഗ് പറഞ്ഞിട്ട്. കറക്റ്റ് 1 മണിക്കല്ലേ ജോസേട്ടൻ വന്നേ. അങ്ങനെയാണ് മനസ്സിലാക്കിയേ. ഞാൻ വിളിച്ചപ്പോ ഫോൺ എടുത്ത് വിളിക്കാൻ പോയി പറഞ്ഞു. കറക്റ്റ് 1 മണിക്ക് വന്നു. സമയം പറഞ്ഞിട്ടല്ലേ എല്ലാ എടുത്തില്ലേ? പാസ്പോർട്ട് സാധനങ്ങളൊക്കെ എടുത്തില്ലേ?
തേങ്ങോട്ടിരിക്കില്ലേ ഓക്കെ ബൈ ബൈ ശരി ശരി ടാറ്റ. അതെ നോക്കുന്നു. ശരി പൊക്കോ പൊക്കോ നോക്കണോ ഇത് പൊക്കോ പൊക്കോ. ആള് പോയിട്ടാ 1 മണിക്കാണ് വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. കറക്റ്റ് 1 മണിക്ക് ആയിപ്പിക്കും വണ്ടി വന്നു. ആള് പോയി. പിള്ളേരെ എനിറ്റൊന്നുമില്ല. ഞാൻ വിചാരിച്ച ആദംകൂട്ടനെങ്ങനെ എനിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. കാരണം അപ്പനെ അവനെല്ലായിടത്തേക്കും കൊണ്ടുപോകും. എല്ലായിടത്തേക്കും കൊണ്ടുവന്ന് പറഞ്ഞാൽ എവിടേക്ക് പോകണമെങ്കിലും അവൻ അപ്പൻ്റെ കൂടെ പോകും. അതുകൊണ്ട് തന്നെ എനിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സീനായിരിക്കും എനിക്കറിയാം. ഭാഗ്യത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവനെ എനിറ്റില്ല. 2 പേരും എനിറ്റുണ്ടായിരുന്നില്ല. പിന്നെ ആളധികം നേരം ഇങ്ങനെ നിന്നില്ല. എന്താ പറയാ, പെട്ടെന്ന് ഇറങ്ങിപ്പോയി. മുന്നാണെങ്കിലും പോണ സമയത്തുണ്ടല്ലോ പിന്നെ നമ്മൾ പോവാന്ന് പറയില്ലേ, പിന്നെ ബാക്കിക്ക് ഒരു തിരിഞ്ഞു നോക്കലില്ലേ. തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നമ്മളെ ചങ്കെടുപ്പ് കൂടുന്ന അറിയില്ലേ. അപ്പൊ ഒറ്റടിക്ക് നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി വന്നു. ഞാൻ പോവാന്ന് പറഞ്ഞു, പോയി. അങ്ങനെ ഒരു പോക്കായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് യാത്ര പറഞ്ഞ് കറഞ്ഞ് പിടിച്ച്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇതിനും അപ്പുറം സങ്കടമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയിപ്പോ ഞാൻ അബ്രുവിനെ ഗർഭിണിയായിരുന്നു. അതുണ്ടായിരുന്നു, അബ്രുവിനെ ഗർഭിണിയായിരുന്നു. ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഇനി നാളെ തുടങ്ങി ഞാൻ തന്നെ എല്ലാവരെയും മേയ്ക്കണം. 2 പേരും ഞാൻ മേയ്ക്കണം. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചൻ്റെ അമ്മച്ചിൻ്റെ അടുത്തേക്ക് ഇവര് പോവും. എന്നാലും അങ്ങനെ അങ്ങോട്ട് പോയി തുടങ്ങിയിട്ടില്ല. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ അപ്പച്ചൻ്റെ അമ്മച്ചി ഉണ്ടെങ്കിൽ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അവർ എടുത്തുകൊണ്ട് എടുക്കലൊക്കെ ചെയ്തോളും. പക്ഷെ ഇവര് അടുത്ത് കൂടുതൽ പോകുന്നത് എൻ്റെ അടുത്ത് ചേട്ടായിട്ട് എടുത്താ. അപ്പം ഇനി അത് എത്ര ദിവസത്തേക്ക് അത് മാറാൻ വേണ്ടിയിട്ട് എടുക്കുമെന്ന് എനിക്കറിയില്ല. ആ ഒരു പേടി എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ പോയതിൽ സങ്കടമുണ്ട്. അത് ഏത് ഭാര്യമാർക്കായാലും സങ്കടം ഉണ്ടാവും. ഇത് പ്രവാസികളായ ഭർത്താക്കന്മാരുള്ള ഭാര്യമാർക്ക് അത് കൂടുതൽ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റൂട്ടോ. അങ്ങനെ പോകുമ്പോൾ നമുക്കുള്ള ഒരു ഇതുകള്. പിന്നെ എന്തായാലും പോവാണ്ട് പറ്റില്ല. ഇപ്പൊ 8 മാസം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ബ്രേക്ക് കിട്ടി. അടിച്ചു പൊളിച്ച് പിള്ളേരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതിനോടുള്ള അവസരം കിട്ടി. എന്തായാലും നീ ജോലിക്കൊക്കെ കയറി സന്തോഷമായിട്ടിരിക്കട്ടെ. ഞാൻ എന്തായാലും എൻ്റെ മാക്സിമം ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കും. വീഡിയോസ് ഇടാന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് പോലും പരിചയമില്ലാത്ത ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് വർത്താനം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ ഈ 4 ചുമരിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഒതുങ്ങിയിരുന്ന നമ്മളെ ഒരു 2 പേരെങ്കിൽ 2 പേര് അറിഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് വർത്താനം പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ എന്തായാലും എന്ത് എഫേർട്ട് എടുത്ത് ഇതെടുത്തായാലും ഞാൻ എന്തായാലും വീഡിയോസ് ഇടാൻ ശ്രമിക്കും. ഇനിയിപ്പോൾ ഇൻ കേസ് എനിക്ക് വയ്യായിക വരെ പിള്ളേർക്ക് വയ്യായിക അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥയൊന്നും ഇടില്ല. എന്നാലും ഞാൻ ഇടാൻ ശ്രമിക്കാട്ടോ. അപ്പോൾ എല്ലാവരും ചേട്ടായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജോലിക്കൊക്കെ ജോയിൻ ചെയ്ത് യുദ്ധം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം ഏകദേശം നിന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് എനിക്കിപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക സേഫായിട്ട് എത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക, അവിടുത്തെ 10:30ക്കാണ് എത്തണത്. അതായത് ഇവിടുത്തെ ഉച്ചയ്ക്ക് ആകുമ്പോഴാണ് ആൾ എത്തണത്. അപ്പോഴേക്ക് എത്തുള്ളൂ. അപ്പോൾ വേറെ പിന്നെ എന്നിട്ട് എനിക്ക് പറയാനുള്ള വേറെ പിന്നെ ഇനി ഒന്നുമില്ല പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. കുറച്ച് ഇമോഷണലായി പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് നമ്മൾ അഭിനയിച്ചത് ഇതൊന്നുമല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.